പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് കുറച്ച് നാൾക്ക് ശേഷം ദൈവസന്നിധിയിൽ ദൈവവചനമായി നിൽക്കുവാൻ ദൈവമടിയുടെ ജീവിതത്തിലും ഭാഗ്യം തന്നതോർത്ത് ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇത്രത്തോളം നമ്മളെ പരിപാലിച്ചല്ലോ, അവൻ്റെ സ്നേഹത്തെ ഓർത്ത്, അവൻ്റെ കരുതലിനെ ഓർത്ത് എന്ന് പകൽക്കാലം ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുന്നു. കുടുംബമായി ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങളെല്ലാവരും അറിയുന്നല്ലോ. ദൈവം ഇത്രത്തോളം വഴി നടത്തി. ഇനിയും ഏകദേശം 5 ആഴ്ച കൂടെ ഉള്ളൂ. ദൈവജനത്തിൻ്റെ പ്രാർത്ഥന ഞങ്ങൾ അപേക്ഷിക്കുന്നു. കഴിഞ്ഞ ദിവസം എനിക്കറിയത്തില്ല, എല്ലാവരും അറിഞ്ഞു വന്ന ശാലിനി ഒന്ന് വീഴുവാനിടയായി തീർന്നു. എന്നാൽ ദൈവം അതിൽ താങ്ങി, അതുകൊണ്ട് പ്രയാസമൊന്നും കൂടാതെ ദൈവം പരിപാലിച്ചു. അവിടുത്തെ ദൈവത്തിൻ്റെ കൃപയോർത്ത് ഞാൻ നന്ദിയോട് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നന്ദിയോടെ സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവവചനത്തോടെ നമുക്ക് അടുത്തു വരാം. അതിനുവേണ്ടി നമുക്കതിൻ്റെ ആധാരമായ ഒരു വാക്യം നമുക്ക് വായിക്കാം. സങ്കീർത്തനങ്ങൾ 14-ാം സങ്കീർത്തനം, അതിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യം. ശബ്ദം ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗ്ഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവരില്ല, ഒരുത്തൻ പോലുമില്ല. നീതിയോടെ പ്രവർത്തിക്കുന്നവർ ആരും അറിയുന്നില്ലയോ? അപ്പം തിന്നത് പോലെ അവന്റെ ജനത്തെ തിന്നുകളയുന്നു. യഹോവയോട് അവർ പ്രാർത്ഥിക്കുന്നില്ല. അവർ അവിടെ അത്യന്തം ഭയപ്പെട്ടു. യഹോവ നീതിമാന്മാരുടെ തലമുറയിൽ ഉണ്ടല്ലോ. മതി. ഹല്ലേലൂയ. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ കർത്താവേ, ഈ വചനത്തിനായി ഞങ്ങൾ അങ്ങയെ നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങയുടെ ദാസനായ ദാവീദിൽ കൂടെ അവിടുന്ന് പറഞ്ഞു തന്ന ഈ വാക്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ ചില തീരുമാനങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ കർത്താവിന്റെ ഹല്ലേലൂയ വെളിപ്പാടുകൾ പ്രാപിപ്പാൻ ഇന്ന് പകൽക്കാലം അവിടുന്ന് ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അടിയനെ ബലപ്പെടുത്തണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും പരിചിതമായ ഒരു വാക്യമാണത്. ഞാൻ ഇങ്ങനെ ഒരിടത്ത് വായിക്കുവാനിടയായി തീർന്നു. ഒരു ദിവസം ഒരു നിരീശ്വരവാദിയും ഒരു വിശ്വാസിയും കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. അവർ തമ്മിൽ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞു പോകുമ്പോൾ നിരീശ്വരവാദി പറഞ്ഞു, എനിക്കൊരു കംപ്ലൈന്റ് ഉണ്ട്. വിശ്വാസിയോട് പറയുകയാണ്. അപ്പം ഇങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങൾക്കെല്ലാം ഒത്തിരി അവധികളുണ്ട്. നിങ്ങൾക്ക് ക്രിസ്മസ് ഉണ്ട്, നിങ്ങൾക്ക് ഈസ്റ്റർ ഉണ്ട്, നിങ്ങൾക്ക് താങ്ക്സ് ഗിവിംഗ് ഉണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ അവധികളൊന്നും ഇല്ല. കാര്യം ഞങ്ങൾ നിരീശ്വരവാദികളാണല്ലോ. അപ്പം വിശ്വാസി തിരിച്ചു പറഞ്ഞു, പേടിക്കണ്ട, നിങ്ങൾക്ക് ഒരു ദിവസമുണ്ട്. ഏത് ദിവസമാണെന്നറിയോ? ഏപ്രിൽ 1-ാം തീയതി. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ഇവിടെ വായിച്ചു, 1-ാം വാക്യത്തിൽ വായിച്ചു, ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ഒരു മൂഢൻ അവിടെ പറയുന്ന, ഇംഗ്ലീഷിൽ പറയുന്ന ഫൂൾ എന്ന് പറയുന്ന വാക്ക് ബേസിക്കലി അവിടെ ബുദ്ധിയില്ലാത്തവരെന്നല്ല, വിവരമില്ലാത്തവരെന്നല്ല, ഇന്റലക്ച്വൽ കഴിവില്ലാത്തവരെന്നുള്ളതെന്നല്ല. ആക്ച്വലി അവിടെ മീൻ ചെയ്യുന്നത്, അതിന്റെ ഹീബ്രു വാക്ക് എന്ന് പറയുന്നത് നബാൽ എന്നാണ് പറയുന്നത്. അതിന്റെ അർത്ഥം മോറൽ ഫൂൾസ്. അതായത് ഒരു മോറൽ ലൈഫ് നയിക്കാൻ താല്പര്യമില്ലാത്ത വ്യക്തികൾ. ഹല്ലേലൂയ. അവർക്ക് ബുദ്ധി ഇല്ലാഞ്ഞിട്ടല്ല. ഹല്ലേലൂയ. നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. അവർക്ക് അത് അന്വേഷിച്ച് അറിയുവാൻ കഴിയാഞ്ഞിട്ടല്ല, എന്നാൽ അവർക്ക് ദൈവം ഇല്ല എന്ന് വേണം. ദൈവം ഇല്ലാതെ അവർക്ക് ജീവിക്കണം. 2 തരത്തിലുള്ള ആൾക്കാരെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒന്ന്, ഇന്റലക്ച്വലി അവര് തീരുമാനിച്ച് കണ്ടുപിടിച്ച് ദൈവം ഇല്ല എന്ന് പറയുന്നു. 2, ദൈവം ഇല്ല എന്ന പോലെ ജീവിക്കുന്നവരുണ്ട്. മനസ്സിലായില്ലേ? ദൈവം ഉണ്ടെന്ന് അറിയാം, എന്നാൽ ദൈവം ഇല്ലാത്തവരെ പോലെ പ്രവൃത്തി കണ്ടാ തോന്നും ദൈവം ഇല്ലെന്ന്. അതുപോലെ ജീവിക്കുന്ന ആൾക്കാരുമുണ്ട്. ഹല്ലേലൂയ. ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മുന്നോട്ട് പോകട്ടെ. നമുക്കറിയാം, ഇങ്ങനെ ഞാൻ ചില കൊട്ടേഷൻസ് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് എല്ലാം അറിയാമല്ലോ, 1960-കളിൽ അമേരിക്കയിലെ എല്ലാ സ്കൂളുകളിൽ നിന്നും പ്രാർത്ഥന മാറ്റിക്കളഞ്ഞ ഒരു കാലഘട്ടം. അതിന് ഉത്തരവാദി ആരായിരുന്നെന്നറിയാം? അതിന്റെ ഉത്തരവാദിയുടെ പേര് മഡലീൻ മുറെ ഒഹേർ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് അതിന് കാരണമായി തീർന്നത്. തന്റെ മകൻ ഇപ്പൊ ഒരു പാസ്റ്ററാണ്. സ്തോത്രം. ആ പാസ്റ്റർ തന്റെ അമ്മ പറഞ്ഞൊരു വാക്ക് ഇങ്ങനെ പറയുവാനിടയായി തീർന്നു. ഞാനതൊന്ന് വായിക്കാം. ഇങ്ങനെയാണ് മുറെ പറഞ്ഞത്, I am an atheist not because I have searched behind all the stars and not because I looked down all the rocks. I took all the rocks and proved that there is no God.
I am an atheist because I want my life as if there is no God. സ്തോത്രം. ഹല്ലേലൂയ. താൻ പറയാണ്, ഞാൻ എല്ലായിടത്തും പോയി അന്വേഷിച്ചിട്ട് ദൈവം ഇല്ല എന്ന് സ്ഥിരീകരിക്കുകയല്ല ചെയ്തത്. എനിക്ക് ദൈവം ഇല്ലാത്തതുപോലെ ജീവിക്കണം. എനിക്ക് എന്റെ ഇഷ്ടം പോലെ ജീവിക്കണം. എനിക്ക് ഉപരിയായി എന്നെ അധികാരത്തോടെ നടത്തുവാൻ ഒരാളും കാണാൻ പാടില്ല. ഹല്ലേലൂയ. റോമാലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. ഒന്ന് വായിക്കാം. റോമർ 1:18 മുതൽ 21 വരെ ഒന്ന് വായിച്ചാട്ടോ. റോമർ 1:18 മുതൽ 21 വരെ. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗ്ഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. ആമേൻ. ദൈവത്തെക്കുറിച്ച് അറിയാവുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു. ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് അംഗീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങൾ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുട്ടുപോയി. ഓ ഹല്ലേലൂയ. ഇവിടെ നാം 18 ഇങ്ങനെ വായിച്ചു, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യർ. ഹല്ലേലൂയ. ദൈവം അവർക്ക് അല്ലെങ്കിൽ മനുഷ്യർക്ക് ലോകത്തിൽ മുഴുവൻ ഹല്ലേലൂയ ദൈവത്തെ കണ്ടെത്തുവാനുള്ള മുഖാന്തരങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ അവരുടെ അനീതി, അവരുടെ ഹല്ലേലൂയ പാപം ചെയ്യുവാനുള്ള ആ ഇൻക്ലിനേഷൻ അവരെ ആ നീതിയെ സപ്രസ് ചെയ്യുന്നതാണ് ഇംഗ്ലീഷിൽ വായിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ ദൈവത്തെ നമുക്ക് ആ ബുദ്ധിഹീനരുടെ കൂട്ടത്തിലാകാതിരുന്നത് എത്ര ഭാഗ്യകരമാണ്. ഒത്തിരി ബുദ്ധിയൊന്നും നമുക്ക് ഉണ്ടായിട്ട് ദൈവത്തെ തള്ളി പറയാത്ത അവസ്ഥ നമുക്ക് വരാഞ്ഞത് എത്ര ഭാഗ്യകരമാണ്. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അതായത് റോബർട്ട് റോസ് എന്ന് പറയുന്ന ഒരു നിരീശ്വരവാദിയായ പ്രൊഫസർ പറഞ്ഞ ഒരു വാക്ക് തന്റെ ഒരു പുസ്തകത്തിൽ താൻ ഇങ്ങനെ എഴുതി. അതായത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി എന്ന് പഠിച്ചിറങ്ങിയ ഒരു വ്യക്തിയാണ്. താൻ ഇങ്ങനെ പറഞ്ഞു, even as the evangelical Christians accept God by faith, I rejected the idea of God by faith. But I cannot reject God by reason alone, for there is too much evidence for his existence. It is by faith I am an atheist. ഇപ്പൊ നമ്മൾ വായിച്ച വാക്യത്തിൽ എന്താണ് വായിക്കുന്നത്? ഹല്ലേലൂയ. അതിന് താഴോട്ട് പറയുന്നു, ദൈവത്തെ കുറിച്ച് അറിയാവുന്നത് അവർക്ക് വെളിവാക്കുന്നു. ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. റീസൺ കൊണ്ട് ദൈവമില്ല എന്ന് ഒരു വ്യക്തിക്ക് പറയാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അവർക്ക് പറയാൻ കഴിയുന്നത് വിശ്വാസത്താല. അവരങ്ങ് വിശ്വസിക്കുക ദൈവമില്ല എന്ന്. സ്തോത്രം. അതുകൊണ്ടാണ് ദൈവത്തിന് ഒരു മറുപടിയേ ഉള്ളൂ. ഞാൻ ദൈവമില്ല എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ദൈവത്തിന് തിരിച്ച് എന്നോട് പറയാൻ, ഫൂൾ, അത്രേ ഉള്ളൂ, നീ ഒരു ഫൂളാണ്. ദൈവം അങ്ങനെ വേറൊരാളോട് പറഞ്ഞു. അറിയാം, നാം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുന്നു, ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ തനിക്കുണ്ടാകുന്ന തനിക്ക് തന്റെ ബിസിനസ് അങ്ങ് വർദ്ധിച്ചു, തന്റെ കൃഷി അങ്ങ് വർദ്ധിച്ചു. എന്നിട്ട് ഒത്തിരി വിളവുകൾ, ഭയങ്കര ഹാർവസ്റ്റ് എല്ലാം ഉണ്ടായി. എന്നിട്ടെല്ലാം താനൊരു മുറി അങ്ങ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നിറച്ചു വെച്ചിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞത്? തിന്നുക, കുടിക്കുക. സ്തോത്രം. ദൈവം അവനെ നോക്കി പറയാണ്, യു ഫൂൾ. ഇന്ന് രാത്രി പുള്ളിക്ക് ബുദ്ധിയില്ലാഞ്ഞിട്ടാണോ, കഴിവില്ലാഞ്ഞിട്ടാണോ? എന്നാൽ ഹല്ലേലൂയ, അവന്റെ ചിന്ത ഈ ലോകത്തിലെ മാത്രമേ ഉള്ളായിരുന്നു. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാല ദൈവമക്കളെ, ഈ ദൈവത്തെ അറിയുവാൻ തക്കവണ്ണം ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്ന ഭാഗ്യത്തെ ഓർത്ത് സ്തുതിക്കുന്നു. അതിന്റെ 2ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിച്ചു, ഹല്ലേലൂയ, ദൈവം മനുഷ്യപുത്രന്മാരെ സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. ഹല്ലേലൂയ. തന്നെ അന്വേഷിക്കുന്നവരെ സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. Praise the Lord. Hallelujah. ഓ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എന്നിട്ട് ആരെയും കണ്ടില്ല. അതിനകത്ത് ഏറ്റവും എന്നെ സന്തോഷിപ്പിച്ച വാക്യം, അതിലേക്കാണ് ഞാൻ വരുവാൻ ആഗ്രഹിക്കുന്നത്. അതിന്റെ 5ാമത്തെ വാക്യമാണ്. അതൊന്നും വായിച്ചാട്ടെ. സങ്കീർത്തനം 14:5. അവനോട് അത്യന്തം ഭയപ്പെട്ടു, യഹോവ നീതിമാന്മാരുടെ തലമുറയിൽ ഉണ്ടല്ലോ. ഹല്ലേലൂയ. സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്?
നിങ്ങൾക്ക് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളെ ഹേമിക്കുന്നതിൽ ആരാധിക്കുന്നതിന് എനിക്കൊരു തടസ്സവുമില്ല. ഹല്ലേലൂയ. അവിടെ എന്താ പറയുന്നത്? ദൈവം എവിടെയുണ്ട്? നീതിമാന്മാരുടെ തലമുറയിൽ ദൈവമുണ്ട്. ഹല്ലേലൂയ. ദൈവം ഉണ്ടെന്നല്ല, ദൈവം ഉണ്ടല്ലോ. ഹല്ലേലൂയ. ദൈവമക്കളെ സഭയാകുന്ന ദൈവമക്കളാകുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ഹല്ലേലൂയ തലമുറ, ഇംഗ്ലീഷിൽ പറയുന്നത് God is present in the company of righteous. ഹല്ലേലൂയ. നീതിമാന്മാരാക്കപ്പെട്ട നമ്മളുടെ മധ്യത്തിൽ നാം കൂടി വരുമ്പോൾ അവരുടെ ഇടയിൽ ദൈവമുണ്ടല്ലോ എന്ന് ദാവീദ് വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. ഒരു ഭാഗത്ത് ഹല്ലേലൂയ ലോകത്തിലെ ശക്തന്മാർ, ലോകത്തിലെ മിടുക്കന്മാർ ഹല്ലേലൂയ വിളിച്ചു പറയുകയാണ് ദൈവം ഇല്ല എന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ ദൈവമക്കളെ നമ്മുടെ മധ്യയിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് ഞാൻ നിങ്ങളുടെ മധ്യേ ഉണ്ട്. ഹല്ലേലൂയ. അവിടെ വലിയൊരു ഉത്തരവാദിത്വം ദൈവം നമ്മളെ ഏൽപ്പിക്കുകയാണ്. നമുക്ക് എത്ര പേർക്ക് അതിനുള്ള ഉറപ്പുണ്ട്? നമ്മളിൽ എത്ര പേർക്ക് അതിനുള്ള ഉറപ്പുണ്ട്? ദൈവം നമ്മുടെ മധ്യയുണ്ട്. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തീയ ലോകം നാം ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഹല്ലേലൂയ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, കുമ്പനാട്ടാണ് കേരളത്തിലെ പെന്തക്കോസ്തിന്റെ ഒരു എന്താ പറയുന്നത്, കൂടെന്ന് പറയുന്നത് പോലെ, അമ്മത്തൊട്ടിൽ എന്നൊക്കെ പറയുന്നത് പോലെ പെന്തക്കോസ്തിന്റെ സ്റ്റാർട്ട് ചെയ്ത കാലഘട്ടത്തിൽ കുമ്പനാട്ട് ഒരു ജംഗ്ഷൻ ആയിരുന്നു പെന്തക്കോസ്തുകാരുടെ. കഴിഞ്ഞ ദിവസം കേൾക്കുവാനിടയായി തീർന്നു, അവിടെ ഒരു പാസ്റ്ററിനെ വേറൊരു പാസ്റ്റർ അടിച്ച് താഴെയിടുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഒരു കാലത്ത് ആത്മാവിന്റെ ആരാധന ആ പന്തലിൽ കൂടെ ഒരാൾ നടന്നുപോയാൽ അഭിഷേകം പ്രാപിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അവിടെ രക്തച്ചൊരിച്ചിലായി മാറിയിരിക്കുന്നു. ദൈവം പറയുന്നു, ലോകത്തിലെ ജനങ്ങൾ ദൈവമില്ല എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ രക്തത്താൽ രക്തം കൊടുത്തു വീണ്ടെടുത്ത സഭയെ നിന്റെയും എന്റെയും ഉത്തരവാദിത്തമാണ് ഇവരെ ദൈവത്തെ നമ്മളിൽ കാണിക്കുക എന്നുള്ളത്. സ്തോത്രം. അത് കുറഞ്ഞ ഉത്തരവാദിത്വമൊന്നുമല്ല. ഹല്ലേലൂയ. ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്ന ഏറ്റവും പരമപ്രധാനമായ വിഷയമാണ് നാം എവിടെയായിരുന്നാലും, നമ്മുടെ ജോലി സ്ഥലത്തായിക്കൊള്ളട്ടെ, നാം പഠിക്കുന്ന സ്ഥലത്തായിക്കൊള്ളട്ടെ, ദൈവസഭയിലായിക്കൊള്ളട്ടെ, നമ്മുടെ നെയ്ബർഹുഡിലായിക്കൊള്ളട്ടെ, ഒരു വ്യക്തി, ഒരു നിരീശ്വരവാദി നമ്മളെ കാണുമ്പോൾ ആണ് പറയേണ്ടത് ദൈവം ഉണ്ടല്ലോ. ആ ഒരു ആത്മീക നിലവാരത്തിലേക്ക് നാം ഉയരണം. ഹല്ലേലൂയ. അന്നെങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മളെ കൊണ്ട് പ്രയോജനമുള്ളൂ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. നമുക്കറിയാമല്ലോ സുവിശേഷങ്ങൾ, മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ഓഫീസിൽ ചെല്ലുമ്പോൾ നമുക്ക് ആ സുവിശേഷമൊന്നും അവരോട് ഇപ്പൊ പറയാൻ പറ്റത്തില്ല. ഓഫീസിലിരിക്കുമ്പോൾ ഷിജുവിന്റെ സുവിശേഷം അവർ കേൾക്കണ്ടേ. ഗോസ്പൽ ഓഫ് ഷിജു. ഗോസ്പൽ നമ്മൾ ഓരോരുത്തരുടെയും ഗോസ്പൽ നമ്മൾ യേശുവിന്റെ സുവിശേഷമായി മാറണം. ഹല്ലേലൂയ. നമുക്ക് ബൈബിൾ കൊടുക്കാം, എന്തും ചെയ്യാം, പക്ഷേ നമ്മുടെ ജീവിതത്തിൽ യേശു ഉണ്ട്, യേശു ജീവിക്കുന്നു എന്ന് നമ്മുടെ കൂട്ടുജോലിക്കാരോട്, നമ്മുടെ കൂടെ പഠിക്കുന്നവരോട് നമുക്ക് കാണിക്കുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം പരാജയമാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. നമുക്ക് പറയാം, എന്റെ സാഹചര്യം ഇതാണ്, എവിടെ നോക്കിയാലും ഇപ്പൊ മുഴുവൻ വീടെ ആൾക്കാരെ കാണാനുള്ളൂ, നമുക്ക് പറയാം. പക്ഷെ ദൈവസന്നിധിയിൽ നമുക്കത് പറയുവാൻ സാധ്യമല്ല. നമുക്കറിയാം, പഴയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 6:3 തൊട്ട് 6:3-9 ഒന്ന് വായിച്ചാൽ. അപ്പോൾ യഹോവ മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലവും ബാധിച്ചുകൊണ്ടേയിരിക്കുകയില്ല, അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവന്റെ കാലം 120 സംവത്സരം ആകും എന്ന് അരുളി ചെയ്തു. അക്കാലത്ത് ഭൂമിയിൽ മല്ലന്മാർ ഉണ്ടായിരുന്നു. അതിനുശേഷം 9ാമത്തെ വാക്യം കൂടെ. നോഹയുടെ വംശ പാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു. ആമേൻ. ഹല്ലേലൂയ. സാഹചര്യത്തെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. കർത്താവിന്റെ സന്നിധി നിൽക്കുമ്പോൾ നമ്മളിന്ന് പറയുക, ദൈവമേ സാഹചര്യം അങ്ങനെയായിരുന്നു, പാസ്റ്റർമാരെല്ലാം പ്രശ്നമായിരുന്നു, എന്റെ കൂടെ വിശ്വാസികളും പ്രശ്നമായിരുന്നു. അപ്പം കർത്താവ് നോഹ ഇങ്ങോട്ട് വന്നേ. നോഹ ഇങ്ങ് വിളിക്കും. നോഹയുടെ തലമുറയിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഹല്ലേലൂയ.
ഒരു വ്യക്തി പോലും ഇല്ലാതെ ദൈവത്തെ സേവിക്കുന്ന വ്യക്തികളില്ലാതെ നശിച്ച ഒരു തലമുറയിൽ ഹല്ലേലൂയ അന്ന് ദൈവവചനമോ എടുത്തു വായിക്കാനോ ഒന്നുമില്ല. തന്റെ പിതാക്കന്മാരിൽ നിന്ന് ഹല്ലേലൂയ കൈമാറി കിട്ടിയ വിശ്വാസത്തിൽ നീതിമാനായി നിൽക്കുവാൻ തക്കവണ്ണം ദൈവം നോഹയെ ഒരുക്കിയെങ്കിൽ നമുക്ക് ഒഴിവ് കഴിവ് പറയുവാൻ പറ്റത്തില്ല ദൈവമക്കളെ. ഹല്ലേലൂയ. അവിടെ ദൈവം നോഹയെ പറ്റി പറയുന്നത് ആ തലമുറയിൽ ദൈവം നോഹയെ നീതിമാനായി കണ്ടു. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് 2 പത്രോസിലോട്ട് കടന്നു വരാം. 2 പത്രോസ് അതിന്റെ 2:5 വായിച്ചാട്ടെ. 2:5. 2 പത്രോസ് 2:5. പുരാതന ലോകത്തെ ആദരിക്കാതെ പട്ടികെട്ടവരുടെ ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ നീതിപ്രസംഗിയായ നോഹയെ 7 പേരോടും കൂടെ പാലിക്കുകയും സൊദോം ഗൊമോറ എന്ന പട്ടണങ്ങളെ ഭസ്മീകരിച്ച് ഉന്മൂലനാശത്താൽ ന്യായം വിധിച്ച് മേലാൽ ഭക്തികെട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി വെക്കുകയും. മതി. അവിടെ എഴുതിയിരിക്കുന്നത് എന്തുവാ? നീതിപ്രസംഗിയായ നോഹ. എങ്ങനെയാണ് നോഹ നീതീകരിക്കപ്പെട്ടത്? ഹല്ലേലൂയ. അതും ദൈവവചനത്തിൽ പറയുന്നുണ്ട്. എബ്രായ ലേഖനം 11:7 വായിച്ചാട്ടെ. എബ്രായ ലേഖനം 11:7. സ്തോത്രം. ഹല്ലേലൂയ. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അള്ളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു. മതി. ആമേൻ. ഹല്ലേലൂയ. എങ്ങനെ? വിശ്വാസത്താൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മളും നോഹയും തമ്മിൽ ഒന്നും വലിയ വ്യത്യാസമില്ല. നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കും നോഹ വലിയ ആളാ, പോട്ടൊക്കെ ഉണ്ടാക്കിയതാണ്, മൃഗങ്ങളൊക്കെ നടന്നു വന്ന് കയറി. പിന്നെ ഏലിയാവ് സ്വർഗത്തിൽ നിന്ന് തീ വരുത്തിയ ആളാണ്. നമ്മൾ ഈ ദൈവ വചനത്തിൽ പറയുന്ന ഭക്തന്മാരായ ദൈവമക്കളെ കുറിച്ച് വലിയ ലെജൻഡായിട്ട് നാം കാണുമ്പോഴാണ് എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റുമോ, അവർക്ക് വലിയ ആൾക്കാരല്ലേ. അപ്പൊ ഇത് വായിച്ചു വരുമ്പോഴാണ് യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നത് എന്തുവാ? ഏലിയാവ് നമുക്കും സമസ്വഭാവനാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തരെയും ദൈവസഭയിൽ അല്ലെങ്കിൽ തന്റെ രക്തത്താൽ വീണ്ടെടുത്ത ഈ ബോധ്യം നമുക്ക് തന്നെങ്കിൽ ദൈവം നമ്മെ ഓരോരുത്തരെയും ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ ദിവസങ്ങൾ ഞാൻ ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ്, കർത്താവേ, ആദ്യ നൂറ്റാണ്ടിൽ ദൈവസഭയിൽ നടന്ന ഓരോ അടയാളങ്ങളും ഓരോ വീര്യ പ്രവൃത്തികളും ദൈവവചനത്തിൽ പറയുന്ന കൃപാവരങ്ങൾ ഇവിടെ എക്സസൈസ് ചെയ്യപ്പെടണം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവമക്കളെ, ദൈവം നമ്മുടെ ഭക്തിയുടെ അളവൊന്നുമല്ല നോക്കിയിട്ട് ദൈവം നമുക്ക് തരുന്നത്. നമ്മുടെ വിശുദ്ധിയുടെ അളവ് നോക്കിയിട്ടല്ല. ദൈവം നോക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. ദാഹമുണ്ടോ? ആഗ്രഹമുണ്ടോ? എനിക്ക് ദൈവത്തിൽ നിന്ന് പ്രാപിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടോ എന്ന് മാത്രമേ ദൈവം നോക്കത്തുള്ളൂ. ദാഹിക്കുന്ന ഏവനെയും നിറയ്ക്കുവാൻ കഴിയുന്ന ഒരു ദൈവമാണ്. അവൻ നമ്മുടെ മധ്യേ ഉണ്ട്. ദൈവം ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ 12-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു, 1-ാം വാക്യത്തിൽ വായിക്കുന്നു, അയ്യോ യഹോവേ, ഭക്തന്മാർ കുറഞ്ഞു പോയിരിക്കുന്നു. ഈ ദിവസങ്ങൾ ദൈവത്തിന് വേണ്ടത് തീരുമാനമെടുക്കുവാൻ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ സമർപ്പണത്തോടെ, കർത്താവേ, എന്നെ കുറിച്ച് എന്നെ അങ്ങ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ പള്ളികളിലൊക്കെ ആയിരുന്ന പോലെ അവസ്ഥയിലേക്ക് പോകുവാനാണോ നാം ആഗ്രഹിക്കുന്നത്? നാം എന്നും പള്ളി പോവും, കുർബാന കാണും, കുർബാന കൊള്ളും, വീട്ടിൽ പോവും. അതിനപ്പുറത്ത് എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ആ അനുഭവം പോലെ ആകാനാണോ ദൈവസഭ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവസഭ ആ ഒരു അവസ്ഥയിലേക്ക് ഉയർന്നു വരുവാൻ ദൈവം ആഗ്രഹിക്കുന്ന, നമ്മളെ ആരെയും ചെറുതായി ദൈവം കാണുന്നില്ല. ഹല്ലേലൂയ. നമ്മുടെ ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ വ്യക്തിത്വം ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഏറ്റവും വിലയേറിയതാണ്. നാം വായിക്കുന്നല്ലോ, ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗം മുഴുവൻ ആർത്തം അവിടെ സെലിബ്രേഷൻ ആണ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അത്ര വാല്യൂ ആണ് ദൈവം നമുക്ക് തരുന്നത്. ഈ ദിവസങ്ങൾ ദൈവമക്കളെ, നാം അത് ഉൾക്കൊണ്ട് നമ്മുടെ തലമുറയിൽ, നമ്മളിൽ, അപ്പോൾ നമ്മുടെ അടുത്ത തലമുറയിലേക്കും അത് വ്യാപരിക്കണം. എത്ര പേർ ദൈവമക്കളെ നിങ്ങൾ വീട്ടിലിരുന്ന് നിങ്ങൾ കുഞ്ഞുങ്ങളുമായിരുന്ന ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്? സ്തോത്രം. ചർച്ച വരുമ്പോൾ മാത്രമല്ല ആരാധിക്കേണ്ടത്, നിങ്ങൾ ഒരുമിച്ച് കുഞ്ഞുങ്ങളെ വിളിച്ചിരുത്തി ഹല്ലേലൂയ ഒരുമിച്ചിരുന്ന് ആത്മാവിൽ ദൈവത്തെ പാടി ആരാധിക്കണം. കുഞ്ഞുങ്ങൾ അത് കാണും.
അവർക്ക് അനുഗ്രഹമാണ് എന്നെങ്കിൽ മാത്രമേ അവർക്ക് അനുഭവത്തിലേക്ക് വരുവാൻ കഴിയുകയുള്ളൂ. ദൈവങ്ങളെ, മറ്റെന്തെല്ലാം നാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്താലും യേശു അവരുടെ ജീവിതത്തിലില്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഒരു ദൈവദാസൻ ഇങ്ങനെ പറയുന്നത് ഞാനിപ്പോ ഓർക്കുന്നു. ഹല്ലേലൂയ. നാം അതിനെപ്പറ്റി പറയുന്നത്, നാം എല്ലാം പഠിപ്പീര് കൊടുത്തു, പണം കൊടുത്തു, വസ്ത്രങ്ങൾ കൊടുത്തു, എല്ലാം കൊടുത്തു, മിടുക്കനായി കൊണ്ടുവന്ന് യേശുവിനെ കൊടുത്തില്ല. അതിന് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞ നമുക്കറിയാമല്ലോ, ഈ നാട്ടിലൊക്കെ പണ്ട് ഈ കാളകളുണ്ട്. നമുക്ക് ഈ കാളകളെ നല്ല ഫുഡൊക്കെ കൊടുത്ത് മിടുക്കനാക്കി നല്ല ആരോഗ്യമൊക്കെ പ്രാപിച്ച് എന്നിട്ട് ആ കാളയുടെ പുറത്ത് ഇങ്ങനെ എഴുതി ഇന്ന് കണ്ടിക്കുന്നതായിരിക്കും. ഒരു ദിവസം പറഞ്ഞു, നമ്മൾ യേശുവിനെ കൊടുക്കാതെ, യേശുവിന്റെ സത്യം മനസ്സിലാക്കി കൊടുക്കാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നു എങ്കിൽ ആ കാളയെ പോലെയുള്ളൂ. കാളയെ ഹല്ലേലൂയ വെട്ടാൻ വേണ്ടിയിട്ട് നല്ല മിടുക്കനായി എണ്ണയൊക്കെ തേച്ച് നല്ല ഫുഡൊക്കെ കൊടുത്ത് നല്ല വണ്ണമൊക്കെ വെപ്പിച്ചു കൊടുഞ്ഞ വെട്ടിക്കൊല്ലാൻ. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെ നാം പഠിപ്പീരും കൊടുത്തു, എല്ലാം കൊടുത്തു, നല്ലതാ കൊടുത്തു. എന്നാൽ ആ യേശുവിന്റെ സാന്നിധ്യം, യേശുവിന്റെ സ്നേഹം, ആ യാഥാർത്ഥ്യം, എന്റെ അപ്പനും അമ്മയും സേവിക്കുന്ന ദൈവം യഥാർത്ഥത്തിലുള്ള ദൈവമാണെന്ന് പറയുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിയണം. പണ്ടൊരു പെൺകുഞ്ഞ് പറഞ്ഞതുപോലെ തന്നോട് ചോദിച്ചു, എങ്ങനെയുണ്ട് മോളെ നിന്റെ ആത്മീയ ജീവിതമൊക്കെ? അപ്പൊ കുഞ്ഞ് പറഞ്ഞു, ഫോർ മൈ ഗ്രാൻഡ് ഫാദർ ഇറ്റ് വാസ് എൻ എക്സ്പീരിയൻസ്, ഫോർ മൈ ഫാദർ it was a tradition and for me it is a headache. നമ്മുടെ കുഞ്ഞുങ്ങൾ അത് പറയാൻ പാടില്ല. ഹല്ലേലൂയ. എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ അതേ എക്സ്പീരിയൻസ് ഓരോ ദിവസവും ദൈവസന്നിധിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകണമെങ്കിൽ കുഞ്ഞുങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, അപ്പന്റെയും അമ്മയുടെയും ജീവിതത്തിൽ യേശു പ്രവർത്തിക്കുന്നത് അവർ കാണണം. ഹല്ലേലൂയ. ആദ്യം കുടുംബത്തിലാണ് അവർ യേശുവിനെ കാണേണ്ടത്. ഹല്ലേലൂയ. വീട്ടിൽ പ്രശ്നങ്ങൾ, എന്തെങ്കിലും പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം അപ്പനും അമ്മയും കൈകോർത്ത ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ കാണുമ്പോൾ, അവരുടെ ജീവിതത്തിൽ പ്രശ്നം വരുമ്പോൾ അവരും പ്രാർത്ഥിക്കും. ദൈവമക്കളെ, ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുകയാണെങ്കിൽ അവരെന്തോ ചെയ്യും? നമ്മളെ കണ്ടല്ലേ അവർ വളർന്നു വരുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ നമ്മുടെ തലമുറയിൽ ഹല്ലേലൂയ യേശു ഉണ്ടെന്ന് നമ്മുടെ മക്കൾ ആദ്യം മനസ്സിലാക്കണം. നമ്മുടെ മക്കൾ മനസ്സിലാക്കുമ്പോൾ ഹല്ലേലൂയ അത് മുന്നോട്ട് പോകുവാനിടയായിത്തീരും. ഹല്ലേലൂയ. ഞാൻ മുൻപോട്ട് പോകട്ടെ ദൈവമക്കളെ. സ്തോത്രം, ഹല്ലേലൂയ. ഈ നോഹയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ഏറ്റവും അധികം കർത്താവിന്റെ വരവിനോട് ഹല്ലേലൂയ ചേർന്ന് പഠിക്കുന്ന ഒരു വിഷയമാണ്. സ്തോത്രം. നോഹയുടെ കാലഘട്ടത്തെ പറ്റി നാം എന്താ നമ്മുടെ മത്തായിയുടെ സുവിശേഷം 24:36 മുതൽ 39 വരെ ഒന്ന് വായിച്ചാൽ. ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങൾ ഒഴിഞ്ഞു പോകുകയില്ല. ആ നാളും നാഴികയും സംബന്ധിച്ചോ എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും ആകും. ജലപ്രളയത്തിന് മുൻപുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ച് വിവാഹം കഴിച്ച് വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു, എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെയാണ്. മതി. ഹല്ലേലൂയ. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ജലപ്രളയം വന്നു, ഹല്ലേലൂയ, അവരെ എങ്ങനെ ഒന്നും വായിച്ചാട്ടെ. നീക്കിക്കളയുവോളം അവരറിഞ്ഞതുമില്ല. സ്തോത്രം. ദൈവമക്കളെ, നോഹയുടെ കാലത്ത് അവർ ചെയ്തതിനകത്ത് വല്ല തെറ്റുണ്ടോ? നോർമലി എല്ലാരും ചെയ്യുന്നത് തന്നെ അവരും ചെയ്തത്. പക്ഷെങ്കിൽ അവരോർത്തു അത് മാത്രമേ ഉള്ള. ഹല്ലേലൂയ. അതിന് മാത്രമേ അവർക്ക് സമയം ഉണ്ടായിരുന്നുള്ളൂ. തിന്നുവാനും കുടിക്കുവാനും കല്യാണം കഴിക്കാനും കഴിപ്പിക്കുവാനും ഉള്ള സമയമേ, അതിനുള്ള സമയമേ അവരെടുത്തുള്ളൂ. ഇന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, നമുക്ക് എത്ര സമയമുണ്ട് നമ്മുടെ പ്രാണപ്രിയനുമായി സ്പെൻഡ് ചെയ്യുവാൻ? എത്ര സമയം നമ്മൾ എടുക്കുന്നുണ്ട്? ഞാൻ എന്നെ കൂടെ ഉൾപ്പെടുത്തിയാ പറയുന്നത്. ഞാൻ വളരെ വളരെ ഹാർഡായിട്ട് ട്രൈ ചെയ്യണം. കാര്യം നമ്മുടെ ജീവിതത്തിന്റെ പ്രഷർ, ഹല്ലേലൂയ, ജോലിയുടെ പ്രഷർ, കുഞ്ഞുങ്ങളുടെ പ്രഷർ, ഹല്ലേലൂയ. എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവര് രാത്രിയിലൊന്ന് ഉറക്കി ഇവരെ ഉറക്കാൻ കിടത്തുമ്പോൾ എനിക്ക് ഉറക്കം വരും. പിന്നെ എനിക്ക് പ്രാർത്ഥിക്കണമെന്നുണ്ട്, പക്ഷെ എണീറ്റ് പ്രാർത്ഥിക്കാതിരിക്കുമ്പോ ഉറക്കം വരിക. അപ്പൊ ഞാൻ അതിനെ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ എന്റെ കർത്താവുമായി ഞാനൊരു സമയം സ്പെൻഡ് ചെയ്യുന്നില്ല എങ്കിൽ ഓരോ ദിവസവും
ഹല്ലേലൂയ, നിങ്ങൾ ദൈവത്തോട് സംസാരിക്കണം, ദൈവത്തിൽ നിന്ന് കേൾക്കുകയും വേണം. ഞാൻ പറയുന്നത് കുടുംബ പ്രാർത്ഥനയുടെ കാര്യമല്ല. കുടുംബ പ്രാർത്ഥന വേണം, എന്നാൽ ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് നിങ്ങൾ ഓരോ വ്യക്തികളും നിങ്ങളുടെ പ്രാണപ്രിയനുമായി സമയം സ്പെൻഡ് ചെയ്യണം. ഹല്ലേലൂയ. അന്നെങ്കിൽ മാത്രമേ നിങ്ങൾ ഓരോ ദിവസവും ആ റിയാലിറ്റിയിൽ നിൽക്കുകയുള്ളൂ. ഹല്ലേലൂയ. ബില്ലി ഗ്രഹാം ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ബില്ലി ഗ്രഹാം പറഞ്ഞതുപോലെ താൻ റഷ്യയിലായിരുന്നപ്പോൾ, റഷ്യയിലേക്ക് പോയപ്പോൾ അവിടെ നിരീശ്വരവാദികളെല്ലാം കൂടെ ഓടി വന്നിട്ട് പറഞ്ഞു, ഞങ്ങളെല്ലാം നിരീശ്വരവാദികളാണ്, ഞങ്ങൾ ദൈവമില്ല എന്നാണ് വിശ്വസിക്കുന്നത്. നിനക്കെന്ത് തോന്നുന്നു? നിനക്കെന്ത് പറയാനുണ്ട്? ഭയങ്കര തണുപ്പായിരുന്നത്തെ പോലെ ആയിരുന്നു. അവനാ ബില്ലി ഗ്രഹാം തന്റെ കൈകൾ ജാക്കറ്റിലൊക്കെ ഇട്ട് തന്നെ, ആ ജാക്കറ്റിൽ നിന്നൊന്നും എടുത്തില്ല. താൻ ഇങ്ങനെ പറഞ്ഞു, മേ ബി നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കും, പക്ഷെ ഇന്ന് രാവിലെ ഞങ്ങൾ സംസാരിച്ചിട്ടായിരുന്നത്. എങ്ങനെയുണ്ട്? ഇന്ന് രാവിലെയും ഞങ്ങൾ തമ്മിൽ വർത്താനൊക്കെ പറഞ്ഞായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കും. അത്ര റിയാലിറ്റി നമുക്ക് വേണം ഓരോ ദിവസവും. അല്ലെങ്കിൽ ജീവിതത്തിന്റെ പ്രഷറുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന് നമ്മുടെ കർത്താവുമായിട്ടുള്ള സംസർഗം നമുക്ക് കഴിയുന്നില്ല എങ്കിൽ പെതുക്കെ 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 ഹല്ലേലൂയ ആ ബന്ധത്തിൽ നിന്ന് നാം അകന്ന് അവസാനം തള്ളപ്പെട്ടു പോകുന്ന, ഹൃദയം കഠിനപ്പെട്ടു പോകുന്ന, ദൈവാത്മാവിന്റെ ശബ്ദം പോലും തിരിച്ചറിയുവാനോ കേൾക്കുവാനോ കഴിയാത്ത അനുഭവത്തിലേക്ക് തള്ളപ്പെട്ടു പോകും ദൈവമക്കളെ. അതുകൊണ്ട് ഒരിക്കലും ഹല്ലേലൂയ നിങ്ങളുടെ പേഴ്സണൽ ഡിവോഷൻ, ദൈവമായിട്ടുള്ള ബന്ധം ഒരിക്കലും മാറ്റി വെക്കരുത്. ഹല്ലേലൂയ. അതോടൊപ്പം തന്നെ ഹല്ലേലൂയ അന്യഭാഷ അഭിഷേകം ലഭിച്ചവർ എന്നും ദൈവത്തെ ആരാധിക്കണം, ദൈവവുമായിട്ട് സംസാരിക്കണം. ഒരു പക്ഷെങ്കിൽ നമ്മുടെ വാക്കുകൾ ലിമിറ്റഡ് ആണ്, നമുക്ക് പോലും അറിയത്തില്ല നമുക്ക് എന്നാ പ്രാർത്ഥിക്കേണ്ടത്. ചില സമയങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ടോ? നമുക്ക് പോലും അറിയത്തില്ല. എന്നാൽ ആത്മാവിൽ ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ ഭാരം നമ്മളിലേക്ക് തരികയും നമ്മൾ പോലും അറിയാത്ത വിഷയങ്ങൾ നാം പ്രാർത്ഥിക്കും. ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ. ഞങ്ങളുടെ ക്ലാസ്സിൽ കഴിഞ്ഞ ദിവസം ഞങ്ങളെ പഠിപ്പിച്ച ബോബ് റോബർട്ട്സ് എന്ന് പറയുന്ന തന്റെ ജീവിതം കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി ഇൻസ്പയർഡ് ആയി പോയി. ആ ഒരു ക്ലാസ്സിൽ അവിടുത്തെ സ്റ്റുഡൻസിന് ഇരിക്കാൻ പോലും കഴിയാത്തവണ്ണം ആ ഒരു റിപ്പൻറ്റൻസും ആത്മീക അനുഭവങ്ങളുമായിരുന്നു അന്ന് ക്ലാസ്സിനകത്ത്. സ്തോത്രം. താൻ പറഞ്ഞൊരു കാര്യം ഇതാണ്, ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം, അഭിഷേകം പ്രാപിച്ചതിന് ശേഷം എനിക്കൊരു തലയ്ക്കൊരു സർജറി ഉണ്ടായി. 3 ദിവസം താൻ കോമയിലായിരുന്നു. 3 ദിവസം താൻ കോമയിലായിരുന്നു. ആ 3 ദിവസം ഒഴികെ തന്റെ ജീവിതത്തിൽ ഒരു ദിവസം പോലും ദൈവത്തെ ആത്മാവിൽ ആരാധിക്കാത്തൊരു ദിവസമില്ലായിരുന്നു. Praise the Lord. Hallelujah. തന്റെ വാക്കിന് പോലും ആ ബലമുണ്ടായിരുന്നു. സ്തോത്രം. ദൈവമക്കളെ, നാം ആത്മാവിൽ ആരാധിച്ച് ദൈവമായിട്ടുള്ള അഭേദ്യ ബന്ധത്തിലാണെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് പത്രോസും പൗലോസും നടന്നു പോയപ്പോൾ തന്റെ ഷാഡോ ഏറ്റുപോലും ആത്മ വ്യക്തികൾ സൗഖ്യം പ്രാപിച്ചുവെങ്കിൽ ദൈവമേ അത് പത്രോസിന് മാത്രമുള്ളതല്ല. ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തർക്കും കഴിയും. നമുക്ക് സമർപ്പണം ഉണ്ടെങ്കിൽ ദൈവം നമ്മളെ അനുഭവത്തിലേക്ക് കൊണ്ടുവരും. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് അതിനു വേണ്ടി?